Once again, good morning, my dear students, and we are going to the next session of Fundamentals of Investment. And in the previous class, we have studied what is investor grievance redressal system and what are the measures taken by SEBI for the investors redressal system and what all difficulties they have faced. What all difficulties SEBI have faced for the implementation of redressal system in India. And we have seen that the most important difficulties were the lack of a systematized database, and at the same time there was a lot of delays in processing the complaints received from the investors, and also there are a lot of losses and misplacements of files and records relating to the complaints registered by the investors, and also the storage was very unlimited and a lot of place and a lot of memory was required for the storage of these files and records relating to the complaints from investors. And in this class we can discuss what all improvised methods have been taken by SEBI for redressing the complaints registered by the investors. എന്തൊക്കെ ഇംപ്രൂവിങ് മെഷേഴ്സ് ആണ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് മെത്തേഡ്സ് ആണ് നമ്മുടെ സെബി എടുത്തത്? എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഈ റീഡ്രസൽ സിസ്റ്റത്തിനെ ഒരു കംപ്ലീറ്റ് ഫോർമാറ്റിലേക്ക് ആക്കാൻ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ. നമ്മൾ നേരത്തെ തന്നെ കണ്ടു, ഒരുപാട് പെൻഡിങ് ഇൻഫർമേഷൻസും പെൻഡിങ് കംപ്ലയിൻറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സെബി ഫോമുലേറ്റ് ചെയ്യപ്പെട്ട ഉടനെ തന്നെ അതിന് വലിയൊരു എന്താ പറയുക, ഒരു എബണ്ടൻസ് ഓഫ് കംപ്ലയിൻസിൻ്റെ മുമ്പിലേക്കാണ് സെബിക്ക് വരേണ്ടി വന്നത്. ആ കംപ്ലയിൻറ്റ്സ് എങ്ങനെയൊക്കെയാണ് നമുക്ക് നിവർത്തിച്ച് കൊടുക്കാനായിട്ട് സാധിക്കുക, എന്തൊക്കെ മെത്തേഡ്സാണ് അതിനു വേണ്ടി എടുക്കാനായിട്ട് സാധിക്കുക, ഒരുപാട് മെഷേഴ്സ് അവിടെ ടേക്കണപ്പ് ചെയ്തു ആര്? സെബി. എങ്കിൽ കൂടിയും അതൊരു പെർഫെക്ഷനിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ചില ഹിൻഡ്രൻസുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ ഹിൻഡ്രൻസുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഇന്ന് നമ്മൾ ആ ഹിൻഡ്രൻസുകൾ എങ്ങനെയാണ് സെബി തരണം ചെയ്തത് എന്നുള്ളത് നമുക്ക് നോക്കാം. 4 പ്രധാനപ്പെട്ട മെഷേഴ്സിനെ കുറിച്ചിട്ടാണ്, ഇംപ്രൂവ്മെൻറ്റ് മെത്തേഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിലൊന്നാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് establishment of a centralized database. It is an important improvement method, that is centralized database. ഒരു centralized database-ൻ്റെ ഫോർമുലേഷൻ നമ്മൾ നേരത്തെ കണ്ടു. അത് ഒരുപാട് ഡിലേയ്സ് വന്നു, പല പ്രശ്നങ്ങൾ, സ്റ്റോറേജിനുള്ള പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കി എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിന് രൂപം കൊടുത്തു എന്നുള്ളതാണ് സെബി ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് സെൻട്രലൈസ്ഡ് സിസ്റ്റം ഓർ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് it's a web based system, and this web based system it is this for the grievance or for the redressal of the grievances of the investors, and at the same time with this database system it is possible for tracking the investors complaint and this retrieval of various records relating to the complaints of the investors, and at the same time it's a speedier method, it's an effective method, it's an efficient method, especially as it is an ഓൺലൈൻ മെത്തേഡ്, വെബ് ബേസ്ഡ് ആയിട്ടുള്ള മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ വലിയ കാര്യമായിട്ടുള്ള ഡിലേയ്സോ പ്രശ്നങ്ങളോ മെമ്മറി ലോസോ ഒന്നുമില്ലാതെ അത് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് സെബി എടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്. അതിൽ ഈ ഡാറ്റാബേസ് സിസ്റ്റത്തിൻ്റെ സാലിയൻ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആദ്യം തന്നെ വരുന്നത് ഇറ്റ് ഈസ് എ സെൻട്രലൈസ്ഡ് റീഡ്രസൽ ട്രാക്കിംഗ് സിസ്റ്റം ഫോർ ദി എൻറ്റയർ സെബി. എൻറ്റയർ സെബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള സെബി ഓർഗനൈസേഷൻ്റെ മുഴുവൻ ആസ്ഥാനങ്ങളിലും ഒരേ സമയം ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ഒരു ഡാറ്റാബേസ് സിസ്റ്റത്തിനാണ് രൂപം കൊടുത്തിട്ടുള്ളത്. And it has been formulated by
നാഷണൽ ഇൻഫർമാറ്റിക്സ് സെൻറ്റർ. നാഷണൽ ഇൻഫർമാറ്റിക്സ് സെൻറ്റർ ആണ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. ദർ ഇസ് എ നാഷണൽ ഇൻഫർമാറ്റിക്സ് സെൻറ്റർ. ആൻഡ് ഈ നാഷണൽ ഇൻഫർമാറ്റിക്സ് സെൻറ്റർ ആണ് എന്തിന് രൂപകൽപ്പന കൊടുത്തിട്ടുള്ളത്, ഈ ഡാറ്റാബേസ് സിസ്റ്റത്തിന് രൂപകൽപ്പന കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുഴുവൻ സെബിയുടെ ഓർഗനൈസേഷനുകളിലും ഒരുമിച്ച് അത് യൂട്ടിലൈസ് ചെയ്യാനും യൂസ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഡൈവേർട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിവിധ രൂപങ്ങളിലുള്ള ഡാറ്റാബേസുകൾ ഉപയോഗിക്കുന്നതിന് പകരം ഒരൊറ്റ രൂപത്തിലുള്ള അല്ലെങ്കിൽ വൺ സിംഗിൾ ഡാറ്റാബേസ് ഫോർ ദി എൻറ്റയർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സങ്കല്പം അവിടെ വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് ഗ്രീവൻസസ് പെർട്ടൈനിങ് ടു എനി ഓഫ് ദ റീജിയണൽ ഓഫീസ് ഓഫ് സെബി ക്യാൻ ബി ലോഡ്ജ്ഡ് ഫ്രം എനിവർ. അതിന് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് റീജിയണൽ ഓഫീസുകൾ പല ഇൻവെസ്റ്റേഴ്സും പല ഭാഗങ്ങളിലുള്ള ഇന്ത്യയുടെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലും വിവിധ റീജിയണുകളിലും ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കംപ്ലൈൻറ്റുകൾ ലോഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ കംപ്ലൈൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് തന്നെ എവിടെ നിന്ന് വേണമെങ്കിലും അത് ചെയ്യാം, അല്ലെങ്കിൽ ഏത് റീജിയണൽ ഓഫീസുകളിൽ വേണമെങ്കിലും ആ കംപ്ലൈൻറ്റ് ലോഡ്ജ് ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ബിക്കോസ് ദേ ആർ യൂസിങ് ദ കോമൺ ഡാറ്റാബേസ് അല്ലേ. ഇൻവെസ്റ്റേഴ്സിൻ്റെ എല്ലാവരുടെയും എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെയും കോമൺ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉൾക്കൊള്ളുന്ന സിംഗിൾ ഡാറ്റാബേസ് ആണ് അവർ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർക്ക് അത് ഏത് റീജിയണൽ ഓഫീസിൽ കൊടുത്താലും കുഴപ്പമില്ല, അത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് അത് എന്ത് ചെയ്യപ്പെടും, ലോഡ്ജ് ചെയ്യപ്പെടും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് all grievances and action taken report to be in electronic mode. All grievance action taken report. And what do you mean by action taken report? Action taken report means grievances are given by the investors, and after that it is processed by SEBI, and they will suggest some measures for the redressal of those grievances, and what all suggestions and what all steps have been taken by SEBI for the redressal. This is known as action taken for redressal, and the report on this action taken can be known by the investors at any site or at any system as it is an online method. അല്ല, എവിടെ നിന്ന് നമ്മുടെ പാസ്വേഡും നമ്മുടെ ID ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള നമ്മൾ കംപ്ലൈൻറ്റ് ഇന്ന ദിവസം രജിസ്റ്റർ ചെയ്തു, രജിസ്റ്റർ ചെയ്ത് അവർ എത്രത്തോളം പ്രോസസ്സ് ചെയ്തു, എന്ത് ആക്ഷനാണ് അതിന് വേണ്ടിയിട്ട് അവർ എടുത്തിട്ടുള്ളത്, എന്തൊക്കെ വാണിങ്ങുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് അവർ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലേക്കോ അല്ലെങ്കിൽ കമ്പനികളിലേക്കോ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്, ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് ഫെസിലിറ്റി ഫോർ ഓൺലൈൻ അപ്ഡേഷൻ ഓഫ് ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട്സ്. ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട്സിൻ്റെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്. ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് നേരത്തെ നമ്മൾ പറഞ്ഞത് ആർക്ക് വേണമെങ്കിലും എവിടെ ഇരുന്ന് വേണമെങ്കിലും കാണാമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് നമുക്ക് അതിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നടത്താനായിട്ട് സാധിക്കും. ഡെയിലി എന്താണ് അതിൽ നടന്നിട്ടുള്ള മാറ്റങ്ങൾ എന്നുള്ളത് ഡെയിലി ബേസിസിൽ തന്നെ അതിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് അതിൻ്റെ വേറൊരു പ്രത്യേകതയാണ്. ആൻഡ് ഇവിടെ നമ്മൾ നേരത്തെ അതിൻ്റെ ഡിഫിക്കൽട്ടീസ് പറഞ്ഞപ്പോൾ ഈ ഒരു ഡാറ്റാബേസ് ഇല്ലാത്തതിൻ്റെ ഒരു ഡിഫിക്കൽട്ടിയും ഒരുപാട് സ്റ്റോറേജ് നഷ്ടപ്പെടുന്നതിൻ്റെ കാര്യവും അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ പറഞ്ഞത് ഫിസിക്കൽ മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഫിസിക്കൽ മൂവ്മെൻറ്റ് മീൻസ് വൺസ് ദ കംപ്ലൈൻറ്റ് ഈസ് രജിസ്റ്റേർഡ് ഇൻ എ പെർട്ടിക്കുലർ ഡെസ്ക് ഓർ ഇൻ എ പെർട്ടിക്കുലർ office, that file has to be transmitted, it has to be physically transmitted from that office to another office, and it will take a lot of time and may cause delays അല്ലേ. അത് ഡിലേക്ക് എന്ത് ചെയ്യുന്നു, കാരണമാവുന്നു. അതേസമയം ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റിൻ്റെ ആവശ്യം എവിടെ ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു ഡാറ്റാബേസ് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ ഫിസിക്കൽ മൂവ്മെൻറ്റ് നമുക്ക് നടത്തേണ്ടതായിട്ടില്ല. സോ ഇറ്റ് വിൽ നോട്ട് കോസ് എനി ഡിലേ ഇൻ ദ പ്രോസസ് ഓഫ് ദീസ് കംപ്ലൈൻറ്റ്സ് രജിസ്റ്റേർഡ് ബൈ ദി ഇൻവെസ്റ്റർ. ആൻഡ് ലൈക്ക്വൈസ് വേറൊരു ഡിഫിക്കൽട്ടി നമ്മൾ പറഞ്ഞത് ലോസ് ഓർ മിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഫയൽസ് ഓർ റെക്കോർഡ്സ് റിലേറ്റിംഗ് ടു കംപ്ലൈൻറ്റ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ലോസ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്, അത് മിസ്പ്ലേസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ചില സമയങ്ങളിൽ അത് നമ്മൾ ചിലപ്പോൾ ഫയൽ അന്വേഷിക്കുമ്പോഴായിരിക്കും ഇൻവെസ്റ്റർ ഇന്ന ഡേറ്റിൽ അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ഡേറ്റിൽ തന്ന
കംപ്ലയിൻ്റ് ആയിരിക്കും. അപ്പോൾ ആ കംപ്ലയിൻറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും കൂടി നമ്മൾ റെഫർ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഫയൽ നമുക്ക് അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. അതേസമയം ഒരു കോമൺ ഡാറ്റാബേസ് സിസ്റ്റം വന്നതോടുകൂടി ഓരോ ഇൻവെസ്റ്ററും ആരൊക്കെയാണ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ്, ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ ആരൊക്കെയാണ് ഇൻവെസ്റ്റേഴ്സായിട്ട് വർക്ക് ചെയ്യുക, ഏതൊക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലാണ് ഇൻവെസ്റ്റ്, ഏത് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അയാൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അറ്റ് എ ടൈം കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മാത്രമല്ല അവിടെ ഒരു എന്താ പറയുക, ഫയലുകളും നഷ്ടപ്പെടാം. കംപ്ലീറ്റ്ലി അത് ഓൺലൈനായിട്ട് ചെയ്യപ്പെടുന്ന ഒരു ടാസ്ക്കാണ്. സോ ഓൺലൈനായിട്ടുള്ള ഹാക്കിങ്ങോ അതോടൊപ്പം തന്നെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സൈബറായിട്ടുള്ള ആക്രമണങ്ങളോ ഇല്ലാതെ, ആൻഡ് വി ആർ നോട്ട് എക്സ്പെക്റ്റിംഗ് സച്ച് ആൻ എക്സ്ട്രീം, അതില്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഇറ്റ് ഈസ് സെക്യൂർഡാണ്. വേറെ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാകുന്നില്ല. അങ്ങനെ ലോസിനുള്ളൊരു സാധ്യത, ഇപ്പോൾ ഫിസിക്കൽ ഡോക്യുമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി പേപ്പർ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നഷ്ടപ്പെട്ടു പോകാനും അതിനനുസരിച്ച് ചിലപ്പോൾ മിസ്പ്ലേസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റി നമ്മളറിയാത്ത വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക, ആൻഡ് വി കനോട്ട് ഫൈൻഡ് ഇറ്റ് ഔട്ട്, ദാറ്റ് ഇസ് മിസ്പ്ലേസ്മെൻറ്റ്. അതുണ്ടാവാനായിട്ടുള്ള സാധ്യത നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കോമൺ ഡാറ്റാബേസ് ആണ്. ഓരോ ഇൻവെസ്റ്ററും എങ്ങനെയുള്ളതാണ്, ഓരോ ഇൻവെസ്റ്ററും എത്ര തവണ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, എത്ര കംപ്ലയിൻറ്റുകൾക്ക് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്, എത്ര കോമ്പൻസേഷൻ ഓരോരുത്തരും കൈപ്പറ്റിയിട്ടുണ്ട്, എന്തൊക്കെ ആക്ഷൻസ് ആണ് നമ്മൾ ടേക്കണപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി വേറൊരു കാര്യം പറയുന്നത് ഫിസിക്കൽ സ്റ്റോറേജിൻ്റെ കാര്യം. ഇപ്പോൾ ഫയലുകളാണെന്നുണ്ടെങ്കിൽ അല്ലേ, ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ എന്താ പറയുക, പേപ്പർ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ സ്റ്റോറേജ് പ്ലേസ്, ലോട്ട് ഓഫ് സ്റ്റോറേജ് പ്ലേസ് നമുക്ക് ആവശ്യമായിട്ട് വരും. അതേസമയം ഇവിടെ ഈ ഒരു ഡാറ്റാബേസ് സിസ്റ്റത്തിലൂടെ ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റോറേജ് സ്പേസിൻ്റെ ആവശ്യം തീരെയില്ല എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറയാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമ്മൾ മുൻപ് സെബി ഫേസ് ചെയ്തിരുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ലിസ്റ്റ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇറ്റ് വാസ് നോട്ട് ആക്സസബിൾ ബൈ സെബിയെ സംബന്ധിച്ചിടത്തോളം എത്ര സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ട്, ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും എവിടെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതേസമയം ഇപ്പോൾ ആഫ്റ്റർ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദിസ് ഡാറ്റാബേസ് കൃത്യമായിട്ടുള്ള ലിസ്റ്റും അതിലുള്ള മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയറീസിൻ്റെ ഡീറ്റെയിൽസും ആരുടെ കയ്യിൽ അവൈലബിൾ ആണ്, സെബിയുടെ കയ്യിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആൻഡ് likewise formats of various categories of grievances, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ പ്രത്യേക ലിസ്റ്റുകൾ ഉള്ളതുപോലെ തന്നെ ഗ്രീവൻസുകളെ പ്രത്യേക വിഭാഗങ്ങളാക്കി തരംതിരിക്കുകയും പ്രത്യേകം കാറ്റഗറീസ് ആയിട്ട് അതായത് കമ്പനിക്കെതിരെയുള്ള കംപ്ലയിൻറ്റുകൾ, അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെതിരെയുള്ള കംപ്ലയിൻറ്റ്, ഡെപ്പോസിറ്ററിക്കെതിരെയുള്ള കംപ്ലയിൻറ്റ്, ബ്രോക്കേഴ്സിനെതിരെയുള്ള കംപ്ലയിൻറ്റ്, ആൻഡ് പബ്ലിക് ഇഷ്യൂവിനെതിരെയുള്ള കംപ്ലയിൻറ്റ്, മർച്ചൻ്റ് ബാങ്കേഴ്സിനെതിരെയുള്ള കംപ്ലയിൻറ്റ്, മ്യൂച്വൽ ഫണ്ടുകൾക്കെതിരെയുള്ള കംപ്ലയിൻറ്റ്, അങ്ങനെ നിരവധി കംപ്ലയിൻറ്റുകളിലെ പൊതു കാറ്റഗറി ആയിട്ട് തിരിക്കുകയും ആ കാറ്റഗറീസിനെ അപ്പോൾ കുറച്ചും കൂടി നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് എന്താണ് എളുപ്പമാണ് അല്ലേ. ഇപ്പോൾ കംപ്ലയിൻറ്റ്സ് റിലേറ്റിംഗ് ടു കമ്പനി എന്ന് പറയുമ്പോൾ കമ്പനിക്കെതിരെയുള്ള കംപ്ലയിൻറ്റ്സ് മാത്രം അവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുള്ളൂ പോവുള്ളൂ. അപ്പം അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസായിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതുകൊണ്ട് തീർച്ചയായിട്ടും വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ആൾക്കാർക്ക് ഈസിലി ആക്സസബിൾ ആയിട്ടും ഇൻഫർമേഷൻസ് എത്രയും പെട്ടെന്ന് റിട്രൈവ് ചെയ്യാൻ പാകത്തിനും ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻസ് എവിടെയുണ്ട്, ഈ ഡാറ്റാബേസ് സിസ്റ്റത്തിനുണ്ട്. ആൻഡ് നമ്മൾ പറഞ്ഞു അതിൻ്റെ സാധാരണ ഈ ഡാറ്റാബേസ് സിസ്റ്റത്തിന് എന്താ പേര് പറഞ്ഞത്, ദാറ്റ് ഈസ് SEBI Complaint Redressal System, and a short form or abbreviation is used for SEBI Complaint Redress System, and it is known as CORE. SEBI Complaint, CO for Complaint Redressal System. Redressal, RE stands for redressal. So SEBI Complaint Redressal System അല്ലെങ്കിൽ ആ ഒരു ഡാറ്റാബേസിന് ഇട്ടിരിക്കുന്ന പേരാണ് സ്കോർ എന്നുള്ള
പേര് സെബി കംപ്ലയിൻറ്റ് റീഡ്രസൽ സിസ്റ്റം എന്നാണ് അതിൻ്റെ ഒരു എക്സ്പാൻഷൻ വരുന്നത്. ആൻഡ് നേരത്തെ പറഞ്ഞു ആരാണിത് ഇംപ്ലിമെൻറ്റ് ചെയ്തത് എന്നുള്ളത് പറഞ്ഞു. ആരാണ്? ദാറ്റ് ഈസ് this has been implemented by developed by National Informatics Center. നാഷണൽ ഇൻഫർമാറ്റിക്സ് സെൻ്റർ ആണ്. നമ്മൾ നേരെ ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്ട്രിയുടെ കീഴിലുള്ളൊരു സെൻ്ററാണ്. തീർച്ചയായിട്ടും അവരുടെ നേതൃത്വത്തിലാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് ഉണ്ടാക്കി പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, so this is the first improvement method taken by SEBI for the grievances or for the redressal of grievances of the investors. And second important improvement method is disclosure and investor protection guidelines. That is the next method or next step taken by SEBI for improving the redressal system in India. And it has formulated some important guidelines for the for making all the activities of this redressal system in the right path. And these guidelines are known as disclosure and investor protection guidelines. ഈ ഗൈഡ്ലൈൻസിൽ ഇട്ടിരിക്കുന്ന പേരാണ് the disclosure and investor protection guidelines. Disclosure and investor protection guidelines or DIP. ഓക്കെ, DIP നേരത്തെ സ്കോർ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്ലോസർ ആൻഡ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഗൈഡ് ലൈൻസ്, DIP ഗൈഡ് ലൈൻസ് എന്ന് നമ്മൾ ബ്രീഫായിട്ട് അതിനെന്ത് ചെയ്യും, പറയും. ഇനി ഈ DIP ഗൈഡ് ലൈൻസ് എന്തിനാണ് ഈ DIP ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നത്? അതിൻ്റെ ഒറ്റ ഉദ്ദേശമുള്ളൂ, മാക്സിമം ഇൻഫർമേഷൻസ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കണമെന്നും ഇൻവെസ്റ്റേഴ്സിൻ്റെ കംപ്ലൈൻറ്റുകളെ യഥാസമയം യഥാവിധി റീഡ്രസ് ചെയ്യണമെന്നും ഉള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് സെബി 2000 ആണ്ടിൽ ഈ ഗൈഡ് ലൈൻസ്, DIP ഗൈഡ് ലൈൻസ് ആർക്ക് കൊടുത്തത്? ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ദീസ് ഗൈഡ് ലൈൻസ് ഇൻക്ലൂഡ് ഇൻസ്ട്രക്ഷൻസ് ഫോർ eligibility standards for companies issuing securities, pricing of securities, and requirements relating to promoter contribution and lock-in period for securities and more. ഓക്കെ, അതായത് ആദ്യം പറഞ്ഞിരിക്കുന്നത് കമ്പനികൾക്ക് വേണ്ട അടിസ്ഥാന യോഗ്യത, സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന കമ്പനികൾക്ക് വേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് സെക്യൂരിറ്റീസിനെ പ്രൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രൈസിങ് നടത്തുമ്പോൾ ഫോളോ ചെയ്യേണ്ട ഗൈഡ് ലൈൻസ് ഏതൊക്കെയാണ്, ആൻഡ് റിക്വയർമെൻറ്റ്സ് റിലേറ്റിംഗ് ടു പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ. പ്രൊമോട്ടേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ, പ്രൊമോട്ടർ ആരാണെന്നറിയാം, പ്രൊമോട്ടേഴ്സ് എത്രത്തോളം കമ്പനിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം, എത്രത്തോളം ഷെയർസ് അവർ ഹോൾഡ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം ലോക്ക്-ഇൻ പീരീഡ് ഫോർ സെക്യൂരിറ്റീസ്, ലോക്ക്-ഇൻ പീരീഡ് ആഫ്റ്റർ issuing some sort of securities, how much lock-in period should be there, ഒരു ഇയർ ആണോ, രണ്ട് കൊല്ലാണോ, 3 കൊല്ലം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് എന്ത് കൊടുത്തത്, ആവശ്യത്തിന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തത്. ഈ ഇൻസ്ട്രക്ഷൻസിനെ ഗൈഡ് ലൈൻസിനെ വിളിക്കുന്ന പേരാണ് ദിസ് ഡിസ്ക്ലോഷർ ആൻഡ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഗൈഡ് ലൈൻസ്. ആൻഡ് വി ക്യാൻ സീ DIP ഗൈഡ് ലൈൻസ് 1 by 1. ഈ 2000 കൊടുത്ത ഈ DIP ഗൈഡ് ലൈൻസ് സെബി 2007 ഒരു 6 വർഷം കഴിഞ്ഞപ്പോൾ അത് വീണ്ടും ഒന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അമെൻഡ് ചെയ്തിട്ടുണ്ട്. ആ അമെൻഡ് ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ അവിടെ നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട ഗൈഡ് ലൈൻസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതിൽ ഒന്നാമത്തെ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് ഗ്രേഡിംഗ് ഓഫ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ. ഇറ്റ് ഈസ് മെയ്ഡ് മാൻഡേറ്ററി ആൻഡ് ദ ഗ്രേഡിംഗ് വിൽ ബി അപ്ലിക്കബിൾ ടു ഓൾ IPOs ഫോർ വിച്ച് draft offer documents are filed with SEBI after April 30, 2007. 2007 ശേഷമുള്ള എല്ലാ ഇനീഷ്യൽ പബ്ലിക് ഓഫറുകൾക്കും, IPO എന്നുള്ള വാക്ക് നിങ്ങൾക്കറിയാം, IPO സ്റ്റാൻഡ്സ് ഫോർ ഇനീഷ്യൽ പബ്ലിക് ഓഫർ. അത് വാട്ട് യു മീൻ ബൈ ഇനീഷ്യൽ പബ്ലിക് ഓഫർ? ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ആദ്യമായി കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടതിന് ശേഷം, പബ്ലിക് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ട് നടത്തുന്ന ഇഷ്യൂവിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇനീഷ്യൽ പബ്ലിക് ഓഫർ. ഈ ഇനീഷ്യൽ പബ്ലിക് ഓഫറിനെ
ഗ്രേഡ് ചെയ്യണം എന്നുള്ള ഒരു സംവിധാനം ആദ്യമായിട്ട് അതിൻ്റെ എമൗണ്ടിനനുസരിച്ച് കമ്പനിയുടെ പ്രത്യേകതകൾക്കനുസരിച്ച് അത് ഗ്രേഡ് ചെയ്യപ്പെടണം എന്നുള്ള ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള പ്രൊവിഷൻ അല്ലെങ്കിൽ മാൻഡേറ്ററി ആയിട്ടുള്ള ഗൈഡ് ലൈൻ 2007 മുതൽ സെബി എന്തിൽ കൊണ്ടുവന്നു, പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഫോർ ഇംപ്രൂവൈസിങ് ദിസ് ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ. ഒരു ഇൻവെസ്റ്ററെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. തോന്നിയ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ട് അത് ചതിക്കപ്പെടരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഗ്രേഡിങ് ആര് കൊണ്ടുവന്നത്, സെബി. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഗ്രേഡ് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. ഹൈലി ഗ്രേഡഡ് ആയിട്ടുള്ള കമ്പനീസിൽ അവരെന്ത് ചെയ്താൽ മതി, ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇനീഷ്യൽ പബ്ലിക് ഓഫറിൽ തന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇഷ്യൂസിൽ, ബാക്കിയുള്ള ട്രാൻസ്ഫേഴ്സിൽ അത് കാര്യമായിട്ട് എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യും. അതേസമയം നമ്മൾ ഗ്രേഡ് ചെയ്യപ്പെടാതെ ഷെയർസ്, സെക്യൂരിറ്റീസ് നമ്മൾ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ സംടൈംസ് ആര് പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്, ഇൻവെസ്റ്റേഴ്സ് പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് സെബി ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഗ്രേഡിംഗ് എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ്, രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഡിസ്ക്ലോഷർ ആൻഡ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ DIP ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് എക്സിസ്റ്റിംഗ് പ്രാക്ടീസസ് ഫോളോഡ് ബൈ സെബി റിഗാർഡിംഗ് പ്രോസസ്സിംഗ് ഓഫ് ഡ്രാഫ്റ്റ് offer documents incorporated in this DIP guidelines. അതായത് ഓഫർ ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കുമ്പോൾ ഡ്രാഫ്റ്റ് ഓഫർ ഡോക്യുമെൻറ്റ്സ്, എന്ന് പറയുമ്പോൾ ഡ്രാഫ്റ്റ് ഓഫർ ഡോക്യുമെൻറ്റ്സ്, ഈ സെബിയെ സംബന്ധിച്ചിടത്തോളം ഡ്രാഫ്റ്റ് ഓഫർ ഡോക്യുമെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ഓഫർ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കമ്പനികൾ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസ്പെക്ടസ്, അതിനെയാണ് ഓഫർ ഡോക്യുമെൻ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഓഫർ ഡോക്യുമെൻ്റ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിൻ്റെ ഒരു കരട് രൂപം ഉണ്ടാക്കിയാൽ ആദ്യം സബ്മിറ്റ് ചെയ്യേണ്ടത് കമ്പനികൾ ആർക്കാണ്? സെബിക്കാണ്. ആദ്യം കൊടുക്കേണ്ടത് സെബിയാണ്. സെബി അത് അപ്രൂവ് ചെയ്താലേ ഫൈനലി അത് നമുക്ക് ഫൈനൽ കോപ്പി അല്ലെങ്കിൽ അതിൻ്റെ ട്രൂ കോപ്പി നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുശേഷം അത് രജിസ്ട്രാറിൻ്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ഡ്രാഫ്റ്റ് ഓഫർ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലടങ്ങിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കണ്ടൻസ് എന്താണ്? അതാണ് നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ, നിങ്ങളുടെ 4th സെമസ്റ്ററിൽ കണ്ടൻസ് ഓഫ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞ് കുറച്ച് അധികം കണ്ടൻറ്റുകളെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് എല്ലാ ഡീറ്റെയിൽസും, കമ്പനീനെ കുറിച്ച് എന്തൊക്കെ ഇൻവെസ്റ്റേഴ്സിന് ഇൻഫർമേഷൻ കൊടുക്കാൻ സാധിക്കുമോ അതിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും, ഡയറക്ടേഴ്സിനെ കുറിച്ച്, കമ്പനിയുടെ ഇൻസെപ്ഷനെ കുറിച്ച്, കമ്പനിയുടെ ഹിസ്റ്ററിയെക്കുറിച്ച്, അതിൻ്റെ ഫോർമർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ച്, അതിൻ്റെ ഉണ്ടാക്കിയിരുന്ന പ്രോഡക്റ്റുകളെക്കുറിച്ച്, ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റുകളെക്കുറിച്ച്, എക്സ്പാൻഷനുകളെക്കുറിച്ച്, മോഡിഫിക്കേഷനുകളെക്കുറിച്ച്, ഏതൊക്കെ മുൻപ് അതിൻ്റെ പബ്ലിക് ഓഫറുകൾ നടത്തിയിരുന്നോ അതിനെക്കുറിച്ച്, പ്രത്യേകിച്ചും ഇനീഷ്യൽ പബ്ലിക് ഓഫർ ആണെങ്കിൽ അതെന്താണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്നുള്ളതിനെക്കുറിച്ച് സകല ഡീറ്റെയിൽസും ഇതിലുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ സെബി എന്തിന് അനുമതി കൊടുക്കുകയുള്ളൂ? ആ പ്രോസ്പെക്ടസിന്, ആ ഓഫർ ഡോക്യുമെൻറ്റിന് അനുമതി കൊടുക്കുകയുള്ളൂ. അങ്ങനെ അനുമതി കൊടുത്താൽ തന്നെയാണ് ആ പ്രോസ്പെക്ടസ് രജിസ്ട്രാറിൻ്റെ അടുത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും പബ്ലിക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ രജിസ്ട്രേഷന് മുന്നോടിയായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന ഒരു നടപടിയാണ് സെബിക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഡോക്യുമെൻ്റ് ഇന്നത് പ്രകാരമാണ്, ഇന്നത് പോലെയാണ് എന്ന് സെബിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡ്രാഫ്റ്റ് ഡോക്യുമെൻ്റ് ആർക്ക് സബ്മിറ്റ് ചെയ്യുന്നത്? സെബിക്ക് സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അവിടെ ആ ഡ്രാഫ്റ്റിൽ ഉണ്ടായിരിക്കേണ്ട എല്ലാ ഡീറ്റെയിൽസും ഉണ്ടെങ്കിൽ മാത്രമേ സെബി അതിന് എന്ത് കൊടുക്കുകയുള്ളൂ. അത് വളരെ കുറച്ചും കൂടി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഗൈഡ് ലൈൻസ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. And the next one is that third important guideline, DIP guideline, is that companies having listing history of 1 year or more only to be allowed to make qualified institutions placement.
ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലേസ്മെൻറ്റ് ഓർ QIP. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലേസ്മെൻറ്റ് എന്നുള്ള ആ ഒരു മേഖലയിലേക്ക് കമ്പനി കടക്കണമെന്നുണ്ടെങ്കിൽ ഷുഡ് ഹാവ് എ ലിസ്റ്റിംഗ് ഹിസ്റ്ററി ഓഫ് 1 year or more. ഒരു കൊല്ലം, നമ്മൾ സാധാരണ പ്രൊബേഷൻ പീരീഡ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു കൊല്ലമെങ്കിലും ലിസ്റ്റിംഗ് ഹിസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം, നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത് ഒരു കൊല്ലമെങ്കിലും അവിടെ ട്രേഡ് ചെയ്യപ്പെട്ട് ആ ട്രേഡിങ്ങിലൂടെ നമുക്കിപ്പം മനസ്സിലായി എന്തൊക്കെയാണ് അതിൻ്റെ എന്താ പറയുക അഡ്വാൻറ്റേജസ്, എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ ഒരു സ്ഥിതിയിലെത്തിയാൽ മാത്രമേ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പ്ലേസ്മെൻറ്റിലേക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ് അവിടെ പറയുന്ന അടുത്ത ഇൻസ്ട്രക്ഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് companies having listing history of less than 6 months to be enabled to make preferential allotment subject to certain conditions. Preferential allotment, and what do you mean by preferential allotment? Allotment based on the preferences of SEBI, at the same time company and company's directors, and this is preferential allotment. അപ്പോൾ ഈ preferential allotmentകൾ നടത്തേണ്ടി വരും ആര്, 6 monthsനേക്കാളും കുറവ് ലിസ്റ്റിംഗ് ഹിസ്റ്ററിയുള്ള കമ്പനികൾ. 6 മാസം ഒരു വർഷമായാലാണ് നമുക്ക് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്ലേസ്മെൻറ്റിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. 6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 6 മാസത്തിനേക്കാളും കുറവേ നമുക്ക് പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റിംഗ് ഹിസ്റ്ററി നമുക്ക് ഉള്ളുവെങ്കിൽ അവിടെ പ്രിഫറൻഷ്യൽ ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ പ്രിഫറൻഷ്യൽ ആയിട്ടുള്ള അലോട്ട്മെൻറ്റുകൾ കമ്പനികൾ ചെയ്യേണ്ടി വരും. ആൻഡ് നെക്സ്റ്റ് വൺ, മോർ ക്ലാരിറ്റി ഓൺ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു മിനിമം പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻസ് ഫോർ ദ merchant bankers and for the purpose of public issues. ഓക്കെ, അതായത് പബ്ലിക് ഇഷ്യൂവിനെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറയുക, വളരെ ഗൗരവതരമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രൊവിഷൻസ്, പ്രത്യേകിച്ചും മിനിമം പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്സ് അല്ലെങ്കിൽ മിനിമം പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻസിനോടനുബന്ധിച്ച് കൊടുക്കേണ്ട അല്ലെങ്കിൽ അനുബന്ധിച്ച് ചെയ്യേണ്ട ഒരു എന്താ പറയുക ആ ഗൈഡ് ലൈൻസ് കുറച്ചും കൂടെ അത് റെസ്ട്രിക്റ്റഡ് ആക്കി കുറച്ചും കൂടെ അത് ഉയർത്തി എന്നൊക്കെയാണ് നമുക്കവിടെ ആ ഗൈഡ് ലൈനിനെ കുറിച്ച് പറയാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ അവിടെ മർച്ചൻ്റ് ബാങ്കേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ എൻഷുറിങ് ദാറ്റ് ഓൾ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് disclosure and investor protection guidelines are complied at the time of submitting the draft offer documents to SEBI. അതായത് കമ്പനികൾ നേരിട്ട് ഇഷ്യൂസ് നടത്താത്ത സാഹചര്യത്തിൽ മർച്ചൻ്റ് ബാങ്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ദേ ആർ റെസ്പോൺസിബിൾ ഫോർ പ്രിപ്പയറിംഗ് ദ ഡ്രാഫ്റ്റ് ഫോർമാറ്റ് ഓഫ് ദീസ് ഓഫർ ഡോക്യുമെൻറ്റ്സ് ആൻഡ് പ്രോസ്പെക്ടസ് ആൻഡ് ദേ ആർ റെസ്പോൺസിബിൾ, കമ്പനികളല്ല റെസ്പോൺസിബിൾ ആവുക, മർച്ചൻ്റ് ബാങ്കേഴ്സ് ആയിരിക്കും റെസ്പോൺസിബിൾ ആവുക for preparing and for submitting the draft document of offer to SEBI. അതിൽ അവർ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്താൽ തന്നെയേ അത് സമ്മതിച്ചു കൊടുക്കുകയുള്ളൂ എന്നാണ് നമുക്ക് അതിനോടനുബന്ധിച്ച് എന്ത് ചെയ്യാനുള്ളത് പറയാനുള്ളത്. സോ ദീസ് ആർ ദ വേരിയസ് ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പനീനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവരോട് പറയുക, ഇൻവെസ്റ്റേഴ്സ് പറയാമെന്ന് വെച്ചാൽ ഓറലി പറയാമെന്നല്ല അവിടെ അർത്ഥം. അതിൽ എങ്ങനെയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക, നമ്മൾ പബ്ലിക് ഇഷ്യൂ നടത്തുന്നതിന് മുന്നോടിയായിട്ട് കൊടുക്കുന്ന പ്രോസ്പെക്ടസിലൂടെയാണ് നമ്മളെക്കുറിച്ച് എന്ത് ചെയ്യുന്നത് വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ അതാണ് ആ ഡിസ്ക്ലോഷർ എന്നുള്ള വാക്ക് അവിടെ വരാൻ കാരണം. അതാണ് ഡിസ്ക്ലോഷർ. എന്തിനു വേണ്ടിയിട്ടാണ് ഡിസ്ക്ലോഷർ നടത്തണേ? എല്ലാ കാര്യങ്ങളും നമ്മളെക്കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇൻവെസ്റ്റേഴ്സിനോട് പറയുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ തന്നെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ഇൻവെസ്റ്റേഴ്സിൻ്റെ തന്നെ സുരക്ഷയ്ക്ക് വേണ്ടി, ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് എന്ത് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ വേരിയസ് ഗൈഡ് ലൈൻസ് ഇഷ്യൂഡ് ബൈ SEBI in the year 2000 and it has also been amended in the year 2007 also. And next important measure taken by SEBI for the improvement of redressal system is Investor Protection Fund. And that we have already discussed what is Investor Protection Fund. What is Investor Protection Fund? Investor Protection Fund is a fund created by the central government. How it had been created? It has been created by using the unutilized amounts by different companies.
That is, unutilized amount means unrealized deposits. Sometimes fixed deposits may have received by different corporate entities, but it has not been paid back to the investor. Then ഒന്നില്ലെങ്കിൽ ഇൻവെസ്റ്റർ എന്തെങ്കിലും ലീഗൽ ഫോർമാലിറ്റീസ് കാരണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അതവർ തിരിച്ചു വാങ്ങാതിരിക്കുകയോ തിരിച്ചു ചോദിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടെങ്കിൽ അങ്ങനെയുള്ള എമൗണ്ടുകൾ, ഫിക്സഡ് ഡെപ്പോസിറ്റിനോടനുബന്ധിച്ചിട്ടുള്ള എമൗണ്ടുകൾ നമുക്ക് എന്തിലേക്ക് മാറ്റിവെക്കാവുന്നതാണ്? ഈ ഒരു ഫണ്ടിലേക്ക്, ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് മാറ്റിവെക്കാവുന്നു. അതുപോലെ തന്നെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു, അറ്റ് ദ സെയിം ടൈം അതെല്ലാവരും ആ ഡിവിഡൻഡ് അവൈൽ ചെയ്തിട്ടില്ല, അത് അവിടെയും കുറച്ച് ബാക്കി എമൗണ്ട്, ഡിവിഡൻറ്റേതായിട്ടുള്ള എമൗണ്ട് ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് എവിടേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം? ദിസ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. അറ്റ് ദ സെയിം ടൈം ചിലപ്പോൾ സം ടൈപ്പ് ഓഫ് ഷെയർസിൻ്റെ പ്രൊസീഡിങ്സ് അവർ ആ ഒരു റീഇംബേഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ റിഡംഷൻ ചിലപ്പോൾ നടന്നുണ്ടാവണമെന്നില്ല, ഡ്യൂ ടു സം റീസൺസ്, ഡ്യൂ ടു സം അൺഅവോയ്ഡബിൾ റീസൺസ്. എങ്ങനെയായിരുന്നാലും അങ്ങനെയുള്ള ചില അൺയൂട്ടിലൈസ്ഡ് എമൗണ്ടുകൾ കമ്പനികൾ എന്ത് ചെയ്യണം? അവിടെ ഒരു പറയുന്നൊരു ഇതെന്ന് പറയുന്നത് 7 വർഷത്തിൽ ഒരിക്കലെങ്കിലും ആർക്ക് കൊടുക്കണം, ആർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം? ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അത് വെറുതെ അങ്ങനെ പൈസ എടുത്ത് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അതിന് പകരം ഏത് ഫണ്ടിലേക്കാണത് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്? ഈ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട് എന്ന് പറയുന്ന ഫണ്ടിലേക്കാണ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന മണി അവർ ഫണ്ടിലിടുകയും ആ ഫണ്ടിൽ നിന്നും സെൻട്രൽ ഗവൺമെൻറ് അതോടൊപ്പം തന്നെ സെബിയും അത് പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി, പലവിധ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, എന്തിനു വേണ്ടിയിട്ടാണ്? ദിസ് ഇൻവെസ്റ്റേഴ്സ് അവയർനെസ്സിന് വേണ്ടി, ഇൻവെസ്റ്റേഴ്സ് റീഡ്രസൽ സിസ്റ്റത്തിന് വേണ്ടി. ഇവിടെ നമ്മൾ റീഡ്രസൽ സിസ്റ്റത്തിൻ്റെ ഒരു ഇംപ്രൂവ്മെൻറ്റ് മെത്തേഡായിട്ടാണ് ഈ ഒരു പ്രൊട്ടക്ഷൻ ഫണ്ടിനെ കുറിച്ച് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. നമ്മൾ പറഞ്ഞു, അതായത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, 15 ലക്ഷം രൂപ വരെ ആർക്ക് കൊടുക്കാവുന്നതാണ്? ഒരു സിംഗിൾ ഇൻവെസ്റ്റർക്ക് കോമ്പൻസേഷനായിട്ട് അയാൾ കംപ്ലൈൻറ്റ് രേഖപ്പെടുത്തുകയും വേണ്ട രൂപത്തിൽ അത് തരികയും അതിന്മേൽ നടപടികൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം 15 ലക്ഷം രൂപ വരെ ഒരു സിംഗിൾ ഇൻവെസ്റ്ററുടെ കാര്യമാണ് പറയണത്. സിംഗിൾ ഇൻവെസ്റ്റർക്ക് കോമ്പൻസേഷനായിട്ട് എന്ത് ചെയ്യാവുന്നതാണ്? കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഏത് ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നത്? ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട്. ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാവുന്നതാണ്? മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. അതിൽ നിന്നും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻസ് വരുന്ന സമയത്ത് ഇൻവെസ്റ്റർക്ക് അതിൽ നിന്നും ആ ഫണ്ടിൽ നിന്നും എന്താ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം? ദിസ് ആൻഡ് റീസെൻ്റ്ലി സെബി ഹാസ് റിയലൈസ്ഡ് ദ unlawful gain of about 30 crore and so far dispersed about 24 among investors who lost out in. ഏകദേശം ഇപ്പോൾ എന്താ പറയുക, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ഒരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള അലോക്കേഷൻസ് ഏകദേശം ഒരു 30 കോടിയുടെ തിരിമറി, 30 കോടിയോളം രൂപയുടെ ആ ഫണ്ടിൽ നിന്നും എന്താ പറയുക വേറെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്ന് സെബിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ടിൽ നിന്നും ഒരു 20 ക്രോഴ്സോളം എമൗണ്ട് എടുത്ത് അത് ഇൻവെസ്റ്റേഴ്സിന്, പെൻഡിങ് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഇൻവെസ്റ്റേഴ്സിന് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ആ ഫണ്ട് തന്നെയായാലും ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട് ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫണ്ട് ആൻഡ് ഇറ്റ്സ് ഓൾസോ യൂസ്ഫുൾ, ബട്ട് അറ്റ് ദ സെയിം ടൈം അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ശരി തന്നെ. ആ പ്രശ്നങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം മാറ്റി നിർത്തി കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ. അപ്പോൾ ഇങ്ങനെ കുറച്ച് സ്റ്റെപ്സാണ്, ഇമ്പ്രൂവ്മെൻറ്റ് മെത്തേഡുകളാണ് ആര് ഫോളോ ചെയ്യുന്നത്, സെബി ഫോളോ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് റീഡ്രസൽ സിസ്റ്റം, ഇൻവെസ്റ്റേഴ്സ് റീഡ്രസൽ സിസ്റ്റം കുറച്ചും കൂടി നല്ല രീതിയിൽ. അതൊക്കെയാണ് നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞത്, നമ്മൾ ഒരു ഡാറ്റാബേസ്, കോമൺ ആയിട്ടുള്ള ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കി. ആ ഡാറ്റാബേസിൻ്റെ പേരെന്തായിരുന്നു? സ്കോർ എന്നായിരുന്നു പേര്. സ്കോറിൻ്റെ ഫുൾ ഫോം എന്താ? സ്കോർ മീൻസ് സെബി കംപ്ലയിൻറ്റ് റീഡ്രസൽ സിസ്റ്റം.
ആൻഡ് ഈ ഒരു സിസ്റ്റമാണ് ആദ്യത്തെ സിസ്റ്റം എന്ന് പറയുന്നത്, ഡാറ്റാബേസ് സിസ്റ്റം എന്ന് പറയുന്നത്. രണ്ടാമത് ഒരു ഗൈഡ് ലൈൻസ് കൊടുത്തു എന്ന് നമ്മൾ പറഞ്ഞു. ആ ഗൈഡ് ലൈൻസിൻ്റെ പേരെന്തായിരുന്നു? ദറ്റ് ഈസ് ഡിസ്ക്ലോഷർ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊട്ടക്ഷൻ ഗൈഡ് ലൈൻസ് ഓർ DIP ഗൈഡ് ലൈൻസ്. ആൻഡ് നെക്സ്റ്റ് പറഞ്ഞത് നമ്മൾ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ടിനെ കുറിച്ചിട്ടാണ്, ദറ്റ് ഈസ് IPF. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട്. അപ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങളാണ്, 3 സ്റ്റെപ്പുകളാണ് ആരെടുത്തിട്ടുള്ളത്? ദിസ് സെബിയുടെ ഭാഗത്തുനിന്ന്. റീഡ്രസലിന് വേണ്ടി മാത്രം എടുത്തിട്ടുള്ള ഒരുപാട് സ്റ്റെപ്സ്, എന്താ പറയുക, ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സെബി നേരത്തെ നമ്മളത് കുറേ സ്റ്റെപ്പുകൾ നമ്മൾ പഠിച്ചിരുന്നു. അതേസമയം ഈ 3 സ്റ്റെപ്പുകളും റീഡ്രസലിന് വേണ്ടി മാത്രം ആരെടുത്തിട്ടുള്ളതാണ്? സെബി എടുത്തിട്ടുള്ളതാണ്. സോ ഷുഡ് ബി നോട്ടഡ്. ആൻഡ് അപ്പോൾ നമ്മൾ റീഡ്രസൽ സിസ്റ്റം എന്താണ്, നമ്മളൊരു വലിയൊരു ടോപ്പിക്കായിട്ടാണ് റീഡ്രസൽ സിസ്റ്റം നമ്മൾ എന്ത് ചെയ്തത്, പഠിച്ചത് അല്ലേ. അതിന് മുന്നോടിയായിട്ട് നമ്മൾ എന്തൊക്കെ ആക്റ്റുകൾ, അതിൻ്റെ ലീഗൽ ഫ്രെയിം വർക്ക് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അതിനോടനുബന്ധി ലീഗൽ ഫ്രെയിം വർക്കിനോടനുബന്ധിച്ച് ഇൻവെസ്റ്റർ അവെയർനെസ്സിനെ കുറിച്ചും ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷനെ കുറിച്ചും ഇൻവെസ്റ്റേഴ്സ് റീഡ്രസലിനെ കുറിച്ചും നമ്മൾ പഠിച്ചിരുന്നു. ആ റീഡ്രസലിനെയാണ് നമ്മളിപ്പോൾ എന്താ പറയുക, കുറച്ചും കൂടി അധിക ടോപ്പിക്കായിട്ട് ഇലാബറേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തത് പറഞ്ഞു. റീഡ്രസലിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന സിസ്റ്റംസ് എന്തൊക്കെയാണ്, ആ സിസ്റ്റത്തിൻ്റെ പോരായ്മകൾ എന്തൊക്കെയായിരുന്നു, അതിന് വേണ്ടിയിട്ട് റീഡ്രസൽ സിസ്റ്റത്തിന് വേണ്ടി സെബി എടുത്ത സ്റ്റെപ്സ് എന്തൊക്കെ പരാതികളാണ്, ഇതൊക്കെ തരത്തിലുള്ള പരാതികളാണ് സെബി പരിഹരിച്ചു കൊടുത്തത് അല്ലേ. ലിസ്റ്റിംഗ് കമ്പനീസിനെതിരെ, അൺലിസ്റ്റഡ് കമ്പനി, മർച്ചൻറ്റ് ബാങ്കേഴ്സിന്, അങ്ങനെ ഒരുപാട് സ്റ്റെപ്പുകൾ സെബി എടുത്തു എന്ന് നമ്മൾ പറഞ്ഞു. എങ്കിലും അവിടെ ചില പോരായ്മകളുണ്ട് എന്ന് സെബിക്ക് ബോധ്യപ്പെട്ടു. അതാണ് നമ്മൾ ഡ്രോബാക്സ് ഓഫ് ദിസ് റീഡ്രസൽ സിസ്റ്റം എന്ന് പറഞ്ഞ് പഠിച്ചത്. ഇനി ആ ഡ്രോബാക്സിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ സെബി എടുത്ത സ്റ്റെപ്സാണ് നമ്മൾ 3 സ്റ്റെപ്പിലൂടെ എന്ത് ചെയ്തത്, പഠിച്ചത്. ഓക്കെ, സോ ആ റീഡ്രസൽ സിസ്റ്റം അവിടെ എന്ത് ചെയ്യുന്നു, അവസാനിക്കുന്നു. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് കുറേയധികം വരുന്നൊരു ടോപ്പിക്കാണ്. സോ യു ഹാവ് ടു സ്റ്റഡി വെൽ. And the next topic you have to continue is insider trading, and it's an important thing, that is, and investor protection അനുബന്ധിച്ച് നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് എന്തെന്ന് പറയുന്നത്, ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളൊരു ടേമാണ്, ദാറ്റ് ഈസ് ഇൻസൈഡർ ട്രേഡിംഗ്. ഓക്കെ, ഇനി ഇൻസൈഡർ ട്രേഡിംഗ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് വി ക്യാൻ സീ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ്. ഒരു ചെറിയൊരു ഡെഫിനിഷൻ നമുക്ക് ഈ ക്ലാസ്സിൽ പഠിച്ച് നിർത്താം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ കണ്ടിന്യൂ ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ദ ഡെഫിനിഷൻ ഫോർ ഇൻസൈഡർ ട്രേഡിംഗ് ഈസ് ദ യൂസ് ഓഫ് മെറ്റീരിയൽ non-public information in trading the shares of the company by a corporate insider or any other person who owes a fiduciary duty to the company. That is a definition for insider trading, and we can split it into 1 or 3 or 4 sections. And the use of material non-public information. So that is the first part of this definition. Insider trading inde ആദ്യത്തെ പാർട്ട് എന്താ അവിടെ പറയുന്നത്? ദ യൂസ് ഓഫ് മെറ്റീരിയൽ നോൺ പബ്ലിക് ഇൻഫർമേഷൻ. 2 കാര്യങ്ങളാണ്, 2 വാക്കുകളാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മെറ്റീരിയൽ. And what do you mean by material? Material means very important. That is material. വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അടുത്ത പ്രധാനപ്പെട്ട വാക്കെന്താ? നോൺ പബ്ലിക്. ആൻഡ് വാട്ട് യു മീൻ ബൈ നോൺ പബ്ലിക്? വിച്ച് ഹാസ് നോട്ട് ബീൻ പബ്ലിഷ്ഡ്. പബ്ലിഷ് ചെയ്യാത്ത, പബ്ലിക് ആക്കാത്ത, പരസ്യം ചെയ്യാത്ത എന്നാണ് അതിൻ്റെ അർത്ഥം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതേസമയം പബ്ലിഷ് ചെയ്യാത്ത ഇൻഫർമേഷൻ്റെ ഉപയോഗം, അതാണ് അതിൻ്റെ തുടക്കത്തിൽ പറയും. ഇനി ആ ഉപയോഗം ആരാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഉപയോഗം എവിടെയാണ് അത് ഉപയോഗിക്കപ്പെടുന്നത്? ഇൻ ട്രേഡിംഗ് ദ ഷെയർസ് ഓഫ് ദ കമ്പനി. ഇൻ ട്രേഡിംഗ് ദ ഷെയർസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഷെയർസ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെരി സീക്രട്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ മെറ്റീരിയൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ,
ഇനി ആരാണത് യൂസ് ചെയ്യുന്നത്? അതാണ് അടുത്ത ചോദ്യം. ആരാണ് യൂസ് ചെയ്യുന്നത്? ബൈ എ കോർപ്പറേറ്റ് ഇൻസൈഡർ. ബൈ എ കോർപ്പറേറ്റ് ഇൻസൈഡർ. വാട്ട് ഡു യു മീൻ ബൈ കോർപ്പറേറ്റ് ഇൻസൈഡർ? കമ്പനിക്കുള്ളിലുള്ള വ്യക്തികൾ തന്നെ, കമ്പനിക്കുള്ളിലുള്ള വ്യക്തികൾ തന്നെ, അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഉള്ളിലുള്ള വ്യക്തികൾ തന്നെ അതെന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. ഓക്കെ, ദ ഇൻഫർമേഷൻ ഈസ് നോട്ട് പബ്ലിഷ്ഡ് ബട്ട് അറ്റ് ദ സെയിം ടൈം. ഇനി അത് വേറെ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഡെഫിനിഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. കോർപ്പറേറ്റ് ഇൻസൈഡർ ഓർ എനി അതർ പേഴ്സൺ. ആ കോർപ്പറേറ്റ് ഇൻസൈഡേഴ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തിയോ, ആ വ്യക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? ഹു ഓവ്സ് fiduciary duty to the company. Fiduciary. And what do you mean by fiduciary? Fiduciary means it is based on, that relationship is based on pure trust. Trust. വളരെ വിശ്വാസയോഗ്യമായ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പുറത്തുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇൻ എ കമ്പനി എ ഡയറക്ടർ ഹാസ് എ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് വിത്ത് ദാറ്റ് കമ്പനി. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഡയറക്ടർ എന്ന് പറയുന്നത് അയാൾ എന്ത് തരം റിലേഷൻഷിപ്പാണ് കീപ്പ് ചെയ്യേണ്ടത്? ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്. ഫിഡ്യൂഷ്യറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും കമ്പനിക്കെതിരായിട്ടുള്ള നടപടികളിലോ കമ്പനിക്കെതിരായിട്ടുള്ള കാര്യങ്ങളിലോ അയാളെ ഏർപ്പെടാൻ പാടില്ല. അങ്ങനെ ഏർപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ തെറ്റായ രീതിയിലുള്ള ട്രാൻസാക്ഷനുകളെന്നോ പെരുമാറ്റമെന്നോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? വിളിക്കേണ്ടി വരും, അല്ലേ? അപ്പോൾ അതാണ് ഫിഡ്യൂഷ്യറി റിലേഷൻ. അപ്പോൾ വിശ്വാസത്തിൻ്റെ പുറത്തുള്ള ഒരു റിലേഷൻഷിപ്പിലായിരിക്കുകയും അതേസമയം കമ്പനിക്കെതിരെ അല്ലെങ്കിൽ സോ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ഈസ് ദാറ്റ് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് that a person maintains with a company or with an institution that is based on trust. That is based on trust and confidence. That is fiduciary relation. അപ്പോൾ അത്രയും ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പിലിരിക്കുന്ന ഒരു വ്യക്തി, അതായത് കമ്പനീനെ കുറിച്ചിട്ടോ സ്ഥാപനത്തെ കുറിച്ചിട്ടുള്ള മൊത്തമായിട്ടുള്ള ഇൻഫർമേഷൻസ് അറ്റ് എ ടൈം അറിയാൻ കഴിവുള്ളൊരു വ്യക്തി ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് പാടില്ല? കമ്പനിക്കെതിരെ പ്രവർത്തിക്കാൻ പാടില്ല. ഇപ്പം എനിക്കറിയാം, അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു കമ്പനിയുടെ ഡയറക്ടറാണ്. കമ്പനിയുടെ പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടുത്തൊരു 5 കൊല്ലത്തേക്കോ 10 കൊല്ലത്തേക്കോ എന്താണ് നമ്മുടെ പ്ലാൻ, അല്ലെങ്കിൽ കമ്പനിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ ഏകദേശം നമുക്കറിയാം. അത് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൂടിയിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? തീരുമാനിക്കുന്നത്. ഇനി ഞാൻ എന്നുള്ളൊരു വ്യക്തി, ആ ഡയറക്ടർ ബോർഡിൽ അംഗമായിട്ടുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ആ ഒരു പൊസിഷനിലാണ്. കമ്പനീനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസിനും വരും വരായികൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മാറ്റേഴ്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുക എന്നുള്ളത് എനിക്കറിയാമെന്നുള്ളതിൻ്റെ വെളിച്ചത്തിൽ മാത്രം ഞാൻ എന്ത് ചെയ്യാണ്? എൻ്റെ സ്വന്തം കമ്പനിയുടെ ഷെയർസിൽ ഞാൻ എന്ത് ചെയ്യാണ്? ട്രേഡ് ചെയ്യാണ്. ഒന്നില്ലെങ്കിൽ ഞാൻ നേരിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ചിലപ്പോൾ എൻ്റെ റിലേറ്റീവ്സ് ആയിരിക്കാം, എൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കാം, എന്ത് ചെയ്യുന്നു? അപ്പം ഞാൻ ആ ഇൻഫർമേഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യണത്? അവർ ട്രേഡ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഉദ്ദേശം കമ്പനിക്ക് പൊതുവായിട്ടുള്ളൊരു എന്താ പറയുക, ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം എന്നുള്ളതല്ല. അതിന് പകരം ആർക്ക്? നമ്മുടെ എനിക്ക് സ്വന്തമായിട്ട് കുറച്ച് ബെനിഫിറ്റ്സ് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ട്രേഡ് ഞാൻ എന്ത് ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകത, ആ ഇൻഫർമേഷൻ്റെ പ്രത്യേകത എന്താ? അത് പൊതുജനങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? കൊടുത്തിട്ടില്ല. ഡയറക്ടർ ബോർഡിന് മാത്രമേ അറിവുള്ളൂ. ഇങ്ങനെയുള്ള ചില മാറ്റങ്ങൾ കമ്പനിയിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഡയറക്ടർ ബോർഡിന് മാത്രമേ അറിവുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർക്ക് അത് അറിവില്ല. അതാണ് നേരത്തെ നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞ സെയിം മാറ്റർ. ദാറ്റ് ഈസ് ഇറ്റ്സ് നോട്ട് എ പബ്ലിക് ഇൻഫർമേഷൻ ബട്ട് ഇറ്റ് ഈസ് മെറ്റീരിയലാണ്. പക്ഷെ അതെന്തല്ല? പബ്ലിക് ഇൻഫർമേഷൻ അല്ല. ഓക്കെ, സോ അപ്പം എന്താണ് ഇൻസൈഡർ ട്രേഡിംഗ്? ചെറിയൊരു ഡെഫിനിഷൻ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. എന്താണ് ഡെഫിനിഷൻ? ദ യൂസ് ഓഫ് മെറ്റീരിയൽ നോൺ പബ്ലിക് ഇൻഫർമേഷൻ ഓൺ ട്രേഡിംഗ് ദ ഷെയർസ് ഓഫ് എ കമ്പനി ബൈ എ കോർപ്പറേറ്റ് ഇൻസൈഡർ. ആരായി ട്രേഡ് ചെയ്യുന്നത്? കോർപ്പറേറ്റ് ഇൻസൈഡർ. ഇൻസൈഡർ മീൻസ് ആ കമ്പനിക്കുള്ളിലുള്ള എന്ന് വെച്ചാൽ ഉള്ളിലിരിക്കുന്ന എന്നുള്ളതല്ല അർത്ഥം. കമ്പനിക്ക് ഉള്ളിലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീനെ കുറിച്ച് ഏകദേശം എല്ലാ കാര്യങ്ങളും അറിയാവുന്ന insider or any other person who owes a fiduciary duty to the company. ആ ഒരു ഫിഡ്യൂഷ്യറി ഡ്യൂട്ടി ഉള്ള അല്ലെങ്കിൽ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ഉള്ള
കമ്പനി ഇൻസൈഡർ, കോർപ്പറേറ്റ് ഇൻസൈഡർ ആണ് എന്ത് ചെയ്യുന്നത്, മെറ്റീരിയൽ ആയിട്ടുള്ള നോൺ പബ്ലിക് ഇൻഫർമേഷൻ്റെ പുറത്ത് കമ്പനിയുടെ ഷെയർസ് തന്നെ എന്ത് ചെയ്യുന്നത്, ട്രേഡ് ചെയ്യുന്നത്. അതിനെ വിളിക്കുന്ന അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇൻസൈഡർ ട്രേഡിംഗ്. സോ we have studied the definition and the balance topics or balance matters relating to insider trading can be seen in the next class, and we can conclude this class. Thank you.